ഞാൻ മന്യ. ഞാൻ DACയുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഈ DACയെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അറിഞ്ഞ സമയത്ത് എനിക്കിങ്ങോട്ട് ജോലിക്ക് വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു, അന്നേ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വേക്കൻസി വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. ശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോയിൻ ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ ഒരു ഫീൽഡിൽ ഒരു റിയൽ എന്താ പറയുക, പലതരത്തിലുള്ള തെറാപ്പി സെക്ഷൻസും അഡ്വാൻസ്ഡ് ടെക്നിക്സും യൂസ് ചെയ്തിട്ട് കുട്ടികളിൽ അവരുടെ ലൈഫിൽ ഇത്രത്തോളം ചേഞ്ചസ് ഉണ്ടാവുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇവിടെ VR യൂണിറ്റ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഡെൻ്റൽ കെയർ യൂണിറ്റും. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. ഇതുപോലെ നമ്മുടെ സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പം മിക്ക ആൾക്കാരും ചിന്തിക്കും നമ്മുടെ DACയിലെ ഡെൻ്റൽ ക്ലിനിക് യൂണിറ്റിൻ്റെ പ്രത്യേകതയെപ്പറ്റി. നമ്മുടെ നോർമൽ കുട്ടികൾക്കാണെങ്കിൽ സാധാരണ ഡെൻ്റൽ ക്ലിനിക്കിൽ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, അവിടെ ട്രീറ്റ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികൾക്കാണെങ്കിൽ ആ കുട്ടികളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് എക്യുപ്മെൻറ്റ്സ് കാണുമ്പോൾ ഉള്ള പേടി ഉണ്ടാകാം, അവർ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അവിടെ തന്നെയാണ് നമ്മുടെ ഡെൻ്റൽ ക്ലിനിക് യൂണിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇതുപോലെ പോസിറ്റീവ് ചേഞ്ചസ് വരുത്തുന്ന, അതുപോലെ പല ഫാമിലീസിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരുത്തുന്ന ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ലക്കി.